2020 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ തകർപ്പൻ വിജയത്തിന് പിന്നാലെ പാക് ക്രിക്കറ്റ് ബോർഡിനും താരങ്ങൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ താരം ഷുഐബ് അക്തർ. ഇന്ത്യ കിരീടം നിലനിർത്താനാണ് വന്നിരിക്കുന്നതെന്നും എന്നാൽ പാകിസ്ഥാൻ നാണം കെട്ട രീതിയിൽ കീഴടങ്ങുകയാണെന്നും അക്തർ ആഞ്ഞടിച്ചു. പാക് ബൗളർമാരുടെയും ബാറ്റിംഗ് നിരയുടെയും പോരാട്ടവീര്യമില്ലായ്മയെയാണ് അക്തർ പരിഹസിച്ചത്. ഞങ്ങൾ മത്സരത്തിൻ്റെ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഷഹീൻ അഫ്രീദി 125 കിലോമീറ്റർ വേഗതയിലാണ് പന്തെറിയുന്നത്. ആധുനിക ക്രിക്കറ്റിൽ ഇതൊന്നും പോരാ. സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ അറിയാത്തവരെയാണ് നിങ്ങൾ സൂപ്പർ താരങ്ങളാക്കി വെച്ചിരിക്കുന്നത്. കഴിവില്ലാത്തവരുടെ കയ്യിൽ ചുമതലകൾ ഏൽപ്പിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റം, അക്തർ തുറന്നടിച്ചു. PCB ചെയർമാൻ മൊഹസിൻ നഖ്വിയെയും ബാബർ അസമിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഒന്നും അറിയാത്ത ഒരാൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാനായി ഓഫീസിലിരിക്കുന്നു. നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? ടീം എങ്ങനെ ജയിക്കും? ഒരു കളിയും ജയിക്കാൻ കഴിയാത്ത ഒരു കളിക്കാരനെ നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം കഴിവില്ലാത്തവർക്ക് ഒരു പ്രത്യേക പദവികൾ നൽകുക എന്നതാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയെ ഇഷാൻ കിഷൻ്റെ വെടിക്കെട്ട് ഇന്നിങ്സാണ് മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. ദുഷ്കരമായ പിച്ചിൽ നായകൻ സൂര്യകുമാർ യാദവും ശിവം ദുബെയും നിർണായക സംഭാവനകൾ നൽകിയതോടെ ഇന്ത്യ 175 എന്ന സ്കോറിലെത്തി. മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാന് തുടക്കം തന്നെ തകർച്ചയോടെയായിരുന്നു. ആദ്യ ഓവർ എറിഞ്ഞ ഹർദിക് പാണ്ഡ്യ 4-ാം പന്തിൽ തന്നെ സാഹിബ് സാദ ഫർഹാനെ മടക്കി. ശേഷം അടുത്ത ഓവറിൽ ബുംറ സെയിം അയൂബിനെയും പാക് നായകൻ സൽമാൻ അലി ആഗയെയും തുടർച്ചയായ ഓവറുകളിൽ പുറത്താക്കുന്നു. ശേഷം അക്ഷർ പട്ടേൽ അവരുടെ സൂപ്പർ താരം ബാബർ അസമിനെ പുറത്താക്കിയതോടെ പാകിസ്ഥാൻ 34-4 എന്ന നിലയിലായി. ഉസ്മാൻ ഖാൻ അല്പം പൊരുതി നോക്കിയെങ്കിലും അക്സറിൻ്റെ പന്തിൽ ഇഷാൻ കിഷൻ നടത്തിയ മിന്നൽ സ്റ്റമ്പിങ്ങിലൂടെ ആ പോരാട്ടവും അവസാനിച്ചു. ഒടുവിൽ 18 ഓവറിൽ 114 റൺസിന് പാകിസ്ഥാൻ കൂടാരം കയറി.